ഗൈസ്, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നിർബന്ധമായിട്ടും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ്. അത് ഏത് കമ്പനിയുടെ എന്നൊന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതായാലും മതി. പക്ഷേ സാധാരണക്കാരായിക്കോട്ടെ, ഇപ്പം കൂലിപ്പണിക്കാരായിക്കോട്ടെ, ഓട്ടോ ഓടിക്കുന്നവരായിക്കോട്ടെ, അല്ലാതെ വേറെ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവർക്കും നിർബന്ധമായിട്ട് ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, അപകടങ്ങളായിക്കോട്ടെ, നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയത്തില്ല. കുറച്ച് ആൾക്കാർക്ക് അത് പ്രോബ്ലം ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും പൈസ ഉണ്ടാവും. അതായത് മറ്റുള്ളവരിൽ നിന്നൊക്കെ കടം വാങ്ങിച്ച് ഈ കടം വാങ്ങിക്കുന്ന പൈസ എപ്പോഴായാലും നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് കടത്തിലേക്ക് വീണു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് നമ്മളെ സഹായിക്കും. അപ്പം ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയാൻ വയ്യാത്ത, ഏത് ഇൻഷുറൻസ് എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാനിത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കൂടെ ട്രീറ്റ്മെൻറ്റിനുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അന്ന് അവരൊക്കെ വളരെ വിഷമത്തോടെ ഞങ്ങൾക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് എൻ്റെ മുന്നേ ഇരുന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് മെഡിസിനൊക്കെ പുറത്തേക്ക് എഴുതി തരികയും ചില സ്കാനിങ് ഒക്കെ പുറത്തേക്കൊക്കെ എഴുതി തരികയൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരെ കൊണ്ട് ഒട്ടും താങ്ങത്തില്ല. പിന്നെ നമ്മൾ വിചാരിക്കും, എന്നാൽ ഇതൊന്നും ചെയ്യണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കേണ്ട ഒരവസ്ഥ അവോയ്ഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ചെറിയ ജോലി ആയിക്കോട്ടെ, എത്ര വലിയ ജോലി ആയിക്കോട്ടെ, ഇപ്പം കൂലിപ്പണി ആയിക്കോട്ടെ, അല്ലാതെ എന്ത് സാധാരണ ജോലി ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം നമ്മളെല്ലാവരും നമ്മുടെ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കണം. അത് എങ്ങനെ സേവ് ചെയ്യണം എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഒരു കുറച്ച് 10 രൂപ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ആരോഗ്യം ഇല്ലാത്ത സമയത്ത് അയ്യോ അന്ന് എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത്തിരി സേവ് ചെയ്ത് വെക്കാമായിരുന്നു എന്നൊരു മനസ്താപം ഉണ്ടാവാൻ ഇടവരുത്തരുത്. എന്തെങ്കിലും സേവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും വെക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും എൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ലൈഫിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.